എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ് റൊട്ടീനാണ്. പലരും ചോദിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. പക്ഷെ ഞാൻ അധികമൊന്നും ചെയ്യാത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കിച്ചൺ ക്ലീനിങ് റൊട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈനിങ് ടേബിൾ ക്ലിയർ ചെയ്തുകൊണ്ടാണ്. രാത്രിയിലെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും പാത്രങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഡൈനിങ് ടേബിളിൽ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുക എന്നുള്ളതാണ് ടാർജറ്റ്. അപ്പോൾ ആദ്യം തന്നെ ഡൈനിങ് ടേബിളിലുള്ള പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റുക. അതിൽ മോളുടെ ടോയ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ എടുത്തു മാറ്റുക. അതിനുശേഷം ഒരു ഡൈനിങ് ടേബിൾ ക്ലീനിങ് സ്പ്രേ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. ഡൈനിങ് ടേബിൾ ക്ലീനിങ് സ്പ്രേ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. വെള്ളവും വിനാഗിരിയും കുറച്ച് ബേക്കിംഗ് സോഡയും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്പ്രേ ആക്കി വെച്ചിരിക്കുന്നതാണ്. അത് ഉപയോഗിച്ച് ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പോൾ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് ക്ലീനിങ് ഒക്കെ. അത്യാവശ്യം നല്ല ക്ലീനിങ് അത് തന്നെ ചെയ്തോളും. ജസ്റ്റ് ഒരു വെള്ളം മുക്കി ആ ക്ലോത്ത് കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ തന്നെ ആ തുടയ്ക്കുന്ന ഭാഗം നല്ലപോലെ ക്ലീൻ ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഡൈനിങ് ടേബിൾ രാത്രി എപ്പോഴും ഇതുപോലെ ഓൾ പർപ്പസ് ക്ലീനർ ഉപയോഗിച്ചും ഒന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. കാരണം ഫുഡിൻ്റെ വേസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും എണ്ണമയോ ഒക്കെ അവിടെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം വളരെ നല്ലതാണ്. അപ്പോൾ ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ആ കസേരകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിടുമ്പോൾ തന്നെ ഒരു പകുതി ഭാഗം വൃത്തിയായി. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഡൈനിങ് ടേബിളാണ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കിച്ചണിലെ മെയിൻ പരിപാടികളിലേക്ക് കിടക്കുന്നത്. അപ്പോൾ കിച്ചണിൽ സ്ലാബിൻ്റെ ഒരറ്റത്ത് തുടങ്ങി മറ്റേ അറ്റം വരെ അത്യാവശ്യം പാത്രങ്ങളൊക്കെ നിരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുക. അതെന്തെങ്കിലും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കറക്റ്റായിട്ട് അതിൻ്റെ പാത്രങ്ങളിൽ എടുത്ത് വെക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം തന്നെ ചെയ്യുക. അപ്പോൾ കറികൾ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടോ എന്ന് നോക്കും. ഉണ്ടെങ്കിൽ നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളതാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കും. അതല്ല ഒരു കുറച്ചൊക്കെ ഉള്ളൂ, നമുക്ക് അധികം എടുത്ത് വെക്കാനൊന്നുമില്ല, കളയാനുള്ളതാണെങ്കിൽ എടുത്ത് കളയുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്യും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ആയിട്ട് കിട്ടും. അതുമാത്രമല്ല, നമ്മൾ ആവശ്യമില്ലാതെ ഫുഡ് വേസ്റ്റൊക്കെ കൗണ്ടർ ടോപ്പിൽ അതുപോലെ കിച്ചൺ സ്ലാബിലൊക്കെ വെക്കുന്ന പരിപാടികളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റാറാണ് പതിവ്. പിന്നെ മീനിൻ്റെ ചട്ടി വയ്ക്കുകയാണെങ്കിൽ മീൻ കറിയൊക്കെ വെച്ചതാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജിൽ വയ്ക്കാറ്. അത് അധികം പകർത്തി വെക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല. അപ്പോൾ അത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്യും. എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യും. അപ്പോൾ കൗണ്ടർ ടോപ്പ് അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രങ്ങൾ കഴുകുക, അതാണ് മെയിനായിട്ടുള്ള ടാസ്ക്. അപ്പോൾ അത്യാവശ്യം ഒരു ലോഡ് പാത്രങ്ങൾ സിങ്കിലുണ്ട്. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കുക എന്നുള്ളത് ഒരു മെയിനായിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാത്രവും കാലിയാക്കി ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് കഴുകി വൃത്തിയാക്കണമല്ലോ. അപ്പോൾ സിങ്കിൽ അത്യാവശ്യം നല്ല പോലെ പാത്രങ്ങളുണ്ട്. ഊണ് കഴിച്ച പ്ലേറ്റുകളൊക്കെ മിക്കതും തന്നെ ആ സമയത്ത് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഊണ് കഴിച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അവരവർ തന്നെ അത് ക്ലീൻ ചെയ്യാറുണ്ട്. പിന്നെ ചില പ്ലേറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കണം. അതാണ് ഇനിത്തെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ സിങ്ക് എപ്പോഴും ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പണ്ടൊക്കെ ഒരുപാട് നാൾ മുമ്പൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ രാത്രി ആകെ മടുപ്പായിരിക്കും. അപ്പോൾ ഞാൻ സിങ്കിലെ പാത്രങ്ങളൊക്കെ വെള്ളം ഒഴിച്ചിട്ടിട്ട് പോവും രാവിലെ കഴുകാമെന്നുള്ള രീതിയിൽ. പക്ഷെ അത് എനിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായി തോന്നി. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് എനർജി. കാരണം ഈ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണമല്ലോ ഇനി നമ്മൾ അടുത്ത പാചകം തുടങ്ങാനായിട്ടെന്നുള്ളൊരു ചിന്ത വരാൻ തുടങ്ങി. അപ്പോൾ അതോടെ ഞാൻ ആ പരിപാടിയൊക്കെ അവസാനിപ്പിക്കാൻ തുടങ്ങി. കാരണം നമ്മൾ പാത്രം കഴുകാതെ സിങ്കിലിട്ടിട്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ഒരു ഗ്ലാസ് ചായ തിളപ്പിക്കണമെങ്കിൽ പോലും സിങ്കിൻ്റെ അടുത്തേക്ക് വന്ന് നമുക്ക് വെള്ളം എടുക്കണം. അപ്പോൾ സിങ്കിലെ പാത്രങ്ങൾ ക്ലീൻ ചെയ്യാതെ നമുക്ക് ആ വെള്ളം എടുക്കാൻ പോലും തോന്നില്ല. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് ആദ്യം ക്ലീൻ ചെയ്യാന്നുള്ളൊരു ചിന്ത മനസ്സിലേക്ക് വരാൻ തുടങ്ങി. പിന്നെ അതൊരു ഹാബിറ്റാക്കി മാറ്റി. എല്ലാ ദിവസവും എന്ത് സംഭവിച്ചാലും പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കിയിട്ട് മാത്രമേ പോവുള്ളൂ എന്നുള്ള രീതിയിലേക്കാക്കി കാര്യങ്ങൾ. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് രാവിലെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. സിങ്ക് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എൻ്റെ എയിം എന്ന് പറയുന്നത് സ്റ്റവ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റവിൽ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം രാത്രി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റവ് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. രാവിലെയും അതുപോലെ ഉച്ചയ്ക്കൊക്കെ ചെറുതായിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈമിലൊക്കെ കാര്യമായിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തുടച്ചിടും ഞാൻ സ്റ്റവ്. അപ്പോൾ അധികം അഴുക്കുകളൊന്നും അതിൽ പറ്റി പിടിച്ചിരിക്കില്ലല്ലോ. പിന്നെ ഒരുപാട് ഡീപ്പ് ക്ലീൻ ഒന്നും ആ സമയത്ത് ചെയ്യാൻ പോവാറില്ല. പ്രത്യേകിച്ച് ആ സ്റ്റാൻഡ് ഒന്നും എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചിടുക, അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ രാത്രിയാണ് ഓരോ സാധനങ്ങളും എടുത്ത് മാറ്റി ബർണർ എടുത്ത് അതിൻ്റെ സ്റ്റാൻഡുകളെല്ലാം മാറ്റി എല്ലാം ക്ലീനായിട്ട് വെക്കുന്നത് രാത്രിയിലത്തെ ആ ഒരു സമയമാണ്. അപ്പം നമ്മൾ ആദ്യം ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ഓൾ പർപ്പസ് ക്ലീനർ തന്നെയാണ് ഞാനിവിടെ സ്റ്റവ് ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്.
അപ്പോൾ അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ടൊരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. ഇനി ഒരുപാട് അഴുക്കുകളൊക്കെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്, കഞ്ഞി തിളച്ച് പോയതോ അല്ലെങ്കിൽ ചായ തിളച്ച് പോയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഡിഷ് വാഷും കൂടെ മിക്സ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യും. അല്ലാത്ത സമയത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാറാണ് പതിവ്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലപോലെ അത് ക്ലീൻ ആവുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു ഓൾ പർപ്പസ് ക്ലീനർ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും. അപ്പോൾ എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ എൻ്റെ സ്റ്റവ് കുറച്ച് നാളെ ആയുള്ളൂ, ഒരു 5-8 മാസം ആയിട്ടുള്ളൂ ഇത് വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇതിങ്ങനെ പൊക്കി വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് തോന്നാറുണ്ട്. പിന്നെ അതിൻ്റെ ആ ലോക്ക് നമ്മൾ കറക്റ്റായിട്ടൊന്ന് വീഴ്ത്താനായിട്ട് ഇത്തിരി സമയം എടുക്കും. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ വളരെ എളുപ്പത്തിൽ ക്ലീനിങ് ഒക്കെ നടക്കും, നല്ല വൃത്തിയായിട്ട് സ്റ്റവ് കിടക്കുകയും ചെയ്യും. അപ്പോൾ സ്റ്റവിലെ മെയിനായിട്ടുള്ള പോർഷൻസ് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാൻഡും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കും. ബർണർ ഒന്നും അധികം ക്ലീൻ ചെയ്യാൻ പോവാറില്ല. കാരണം ബർണറിലെ കറ എത്രയൊക്കെ ശ്രമിച്ചിട്ടും പോകുന്നില്ല. അത് കുറച്ച് നാൾ ക്ലീൻ ചെയ്യാതെ വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് അതിൽ കറ പോലെ പിടിച്ചു. അത് എന്തൊക്കെ പൊടിക്കൈകൾ ശ്രമിച്ചിട്ടും അതിൽ ആ ഒരു കറ, ആ ഒരു പാട് പോകുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ടെക്നിക്കുകളൊക്കെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കാരണം ഞാൻ പഠിച്ച പണി 18 നോക്കി, എന്നിട്ട് അത് ക്ലീൻ ആവുന്നില്ല. അപ്പോൾ സ്റ്റാൻഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റവിൻ്റെ അടിഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് സ്റ്റവ് ക്ലീൻ ചെയ്യാനുള്ള ആ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ ആ സമയം കൊണ്ട് എല്ലാ പാത്രങ്ങളും എല്ലാം മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ കൗണ്ടർ ടോപ്പും കൂടി ഒന്ന് ക്ലീൻ ചെയ്തിടാറുണ്ട്. സെയിം ഓൾ പർപ്പസ് ക്ലീനർ തന്നെയാണ് യൂസ് ചെയ്ത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ആ ഭാഗം ഒന്ന് തുടച്ചു കൊടുക്കും. അതുപോലെ തന്നെ വാൾ ടൈലും ഒന്ന് തുടച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ കൗണ്ടർ ടോപ്പും നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ പല്ലി അതുപോലുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ അടുക്കളയിൽ കാണില്ല. നല്ല പോലെ തന്നെ ക്ലീൻ ആയി കിടക്കും. അതുപോലെ വെള്ളവും കാര്യങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ വീണിട്ടുണ്ടെങ്കിൽ അതും ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പാത്രമൊക്കെ കഴുകി കഴിയുമ്പോൾ ആ സിങ്കിൻ്റെ ഏരിയയിലൊക്കെ പ്രത്യേകിച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. മൊത്തത്തിൽ ആ കൗണ്ടർ ടോപ്പ് എല്ലാ ഭാഗവും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കും. അതാണ് രാത്രിയിലത്തെ മെയിൻ ആയിട്ടുള്ളൊരു പരിപാടി എന്ന് പറയുന്നത്. രാവിലെയും ഉച്ചയ്ക്കൊക്കെ നമ്മൾ വെള്ളം വീണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പോട്ട് ക്ലീൻ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏത് സമയവും നമ്മളിങ്ങനെ തുടച്ച് തൂത്ത് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സമയവും ഒരുപാട് പോകും. അതേസമയത്ത് ആ വീണ ആ ഒരു സ്പോട്ട് ഒന്ന് ക്ലീൻ ചെയ്തിടുക, ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിടുക, അത്ര മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ രാത്രി കുറച്ച് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. ഇനി എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി ഉപയോഗിച്ച തുണികളൊക്കെ ഒന്ന് കഴുകി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തൊക്കെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ഉണക്കാനായിട്ട് ഇടും. അപ്പോൾ അതും രാത്രി തന്നെ ചെയ്ത് വെക്കുക. അപ്പോൾ അല്ലെങ്കിൽ അത് നനഞ്ഞ് നമ്മുടെ അടുക്കളയിൽ തന്നെ കിടക്കുകയാണെങ്കിൽ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമാണ്. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ സിങ്ക് നന്നായിട്ടൊന്ന് കഴുകിയിടാറുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ സിങ്ക് ക്ലീൻ ചെയ്യുമ്പോൾ ഈ തുണിയൊക്കെ കഴുകാൻ നിൽക്കുമ്പോൾ അതിൻ്റെ സോപ്പ് വെള്ളവും അഴുക്കൊക്കെ വീണ്ടും സിങ്ക് വൃത്തിയായിട്ട് ാവുന്ന പോലെ തോന്നും. അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമാണ് സിങ്ക് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇനിത്തെ പരിപാടി എന്ന് പറയുന്നത് സിങ്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് സൊല്യൂഷൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ സാധാരണ ഡിഷ് വാഷ് സ്പഞ്ചിലെടുത്തിട്ട് അത് വെച്ച് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നും ഉപയോഗിച്ച് നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അതിൻ്റെ പാടുകളും പോറലുകളും ഒക്കെ വീഴാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്താലും മതിയാവും. അപ്പോൾ സിങ്ക് ക്ലീൻ ചെയ്ത് ആ ഭാഗത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ക്ലീനിങ് പരിപാടിയും കൂടെ കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ സിങ്ക് എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മെയിനായിട്ടുള്ള ജോലികളെല്ലാം രാത്രിയിലത്തെ അവസാനിച്ചു എന്ന് തന്നെ പറയാം. അപ്പോൾ സിങ്ക് എല്ലാം ക്ലീൻ ചെയ്ത ശേഷം നമ്മൾ നേരത്തെ കഴുകിയ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തുകളൊക്കെ കൊണ്ടുപോയി ഉണക്കാനായിട്ട് വിരിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത് അടിച്ച് വൃത്തിയാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അടുക്കളയിലെ നിലമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് ക്ലീൻ ചെയ്തിടും. കാരണം അതിലെന്തെങ്കിലും അഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ രാവിലെ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ജോലിയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു അടുക്കളയായിരിക്കും. അപ്പോൾ ഈ രീതിയിലാണ് എൻ്റെ ഒരു രാത്രിയിലത്തെ നൈറ്റ് ടൈം ക്ലീനിങ് റൊട്ടീൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.